അപ്പോൾ എനിക്ക് വൈകുന്നേരം രാത്രി ഒരു വർക്കുണ്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. രാവിലെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അന്തമിടയൊന്നും വേണ്ട. എനിക്ക് ഹെൽമെറ്റ് കൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പിമ്പിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കവർ ചെയ്താണ് ഹെൽമെറ്റ് വയ്ക്കുന്നത് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് അമ്പലത്തിൽ പോവുകയാണ്. ചില സമയങ്ങളിൽ അമ്പലത്തിൽ പോകണമെന്ന് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ അപ്പോഴും തന്നെ അമ്പലത്തിൽ പൊയ്ക്കോളണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പോക്ക് നടക്കത്തില്ല. മടി പിടിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും മാറും. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലെ അമ്പലത്തിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തിരിച്ചു കിട്ടും എന്നെനിക്കൊരു പ്രതീക്ഷയുള്ളൊരു അമ്പലമാണ്. ഞാൻ കൊച്ചുനാൾ മുതലേ കാണുന്നത് കൊണ്ടായിരിക്കും ഈ അമ്പലത്തിനോട് എനിക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലാണ് കേട്ടോ. ഞാൻ സാധാരണ എന്ത് സങ്കടം വന്നാലും, അതായത് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, കൊച്ചുനാൾ മുതലേ, അതായത് എനിക്കൊരു 7 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ താമസമാവുന്നത്. അതിന് മുമ്പ് കുടുംബ വീട്ടിലായിരുന്നു. അന്ന് മുതലേ ഞാൻ ഇവിടെ വരാറുണ്ട്, ഇവിടെ തൊഴുവാറുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരു നാട്ടുകാരിയെ കണ്ടു. മുത്തെന്നാണ് അവളെ വീട്ടിൽ വിളിക്കണ പേര് കേട്ടോ. അപ്പൊ അവളോട് കുറച്ച് നേരം സംസാരിച്ചു. അന്നത്തെ ദിവസം അവളെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വിഷൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വീടെത്തി ഓട്സ് കുടിച്ച്. ഓട്സാണ് ഡയറ്റ്. ഭയങ്കര ഡയറ്റൊന്നുമില്ല. പറ്റണ സമയം ഡയറ്റ്, പറ്റാത്ത സമയം എന്നും പറഞ്ഞ് എന്നുമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ആ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പതുക്കെ ആകുമ്പോഴേ ആ ഒരു ഇതുമായിട്ട് നമ്മൾ സിങ്ക് ആവത്തുള്ളൂ. പിന്നെ എനിക്ക് അറിയാം, ഞാനിപ്പോൾ 3 നേരം അരി ആഹാരം നിന്നോണ്ടിരുന്നാൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നേരമെങ്കിലും സ്കിപ്പ് ചെയ്യും. അത് മതി. എനിക്ക് ഭയങ്കരമായിട്ട് ഉണങ്ങണം അങ്ങനെയൊന്നുമില്ല. നൂഡിൽസാ, സാമ്പാർ. ഓക്കെ, ഇനി എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് കയറിയാൽ മതി. അപ്പോൾ എനിക്ക് വൈകുന്നേരം രാത്രി ഒരു വർക്കുണ്ട്. വൈകുന്നേരം വർക്ക് വരും, പക്ഷെ തീരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കയറിയാൽ മതി. അതുവരെ വീട്ടിൽ തന്നെ ഉണ്ട്, മോനോട്ടൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വിചാരിച്ചു കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇനിയിപ്പോൾ വർക്കിന് പോകണം, അപ്പം നടക്കത്തില്ല, മോനോട്ടൻ്റെ സ്കൂളൊക്കെ തുറക്കുകയല്ലേ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഹെൽമെറ്റ് യൂസ് ചെയ്താണ് എനിക്ക് കവിള് നിറച്ച് പിമ്പിൾസ് വന്നു തുടങ്ങി. അപ്പോൾ അതായത് ഹെൽമെറ്റ് മാറ്റാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഇത് ചില ഹെൽമെറ്റ് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇളക്കിയൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇത് ഇളക്കി വാഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അത് തന്നെയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഞാൻ വെയിലത്തൊക്കെ ഇപ്പോൾ വയ്ക്കാറുണ്ട് കേട്ടോ. ഒരു പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 1000 രൂപയാവും. മാക്സിമം ആ പൈസ ചിലവാക്കാതെ എങ്ങനെ കൺട്രോൾ ചെയ്ത് പിമ്പിൾസ് കുറയുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹെൽമെറ്റ് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു, ഉള്ളിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചിക്കൻ വാങ്ങിക്കാൻ പോയി. ഞാനിപ്പം കർച്ചീഫ് കെട്ടിയേക്കണത് കൊണ്ട് എനിക്ക് അവിടുത്തെ നാറ്റം അറിയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ വാങ്ങിക്കാൻ പോണത് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഭയങ്കര സ്മെല്ലാണ്. അത് ഫുഡ് കഴിക്കാൻ നേരത്ത് എനിക്ക് ഈ ചിക്കൻ്റെ സ്മെല്ല് നന്നായിട്ട് അടിച്ചു കയറും. അതുകൊണ്ട് എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലടിച്ച് ചിക്കൻ കറി വെച്ച് എനിക്ക് അതിൻ്റെ സ്മെല്ലടിക്കുക, ചിക്കൻ കറിയുടെ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് ഈ നാറ്റോണ്ട് എനിക്ക് ഓർമ്മ വന്നത്. മോനോട്ടനും ഞാനും കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ വീട്ടിൽ ചെന്നു, ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചു. ചിക്കൻ വൃത്തിയാക്കുന്നതിന് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു വീഡിയോ, ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. ഇന്നിവിടെ ചിക്കൻ വയ്ക്കുന്നത് ഉള്ളി ചതച്ചിട്ടിട്ടാണ്. സാധാരണ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ചതച്ചിട്ടിട്ടാണ്, അമ്മിക്കല്ലിൽ ചതച്ച് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. അപ്പോൾ കറണ്ട് പോയി, രാവിലെ കറണ്ട് പോയി. അപ്പോൾ ടോർച്ച്, അതായത് നമ്മൾ ഈ ചെറിയ ടോർച്ചില്ലേ, ടോർച്ച് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത്. എനിക്ക് വീഡിയോ പിടിക്കാൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. റിംഗ് ലൈറ്റ് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അതിനുള്ളിൽ ജോലികളൊക്കെ തീർക്കണം. വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോരാത്തന്നെ ഞാൻ ഇത് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ, അതായത് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പകുതി ആയപ്പോഴത്തേക്കും മെമ്മറി ഫുള്ളായി. പിന്നെ എനിക്ക് ഫുള്ള് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് പോർഷൻസ് ഞാൻ ലോങ് വീഡിയോയിൽ കൊടുത്തു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചാണ്, നടന്നില്ല. പിന്നെ ചോറ് ഊറ്റിപ്പൊരിക്കാനുണ്ടായിരുന്നു. നമ്മൾ ചോറ് പിന്നെ ഊറ്റിപ്പൊരിച്ചു. ഇതെല്ലാം കുക്കറി ഷോ കാണിക്കാമെന്ന് വിചാരിച്ച്, അതായത് കുക്കറി പരിപാടിയായിട്ട് കാണിക്കുക എന്ന് വിചാരിച്ചാണ്
നമ്മളിരുന്നത്. പക്ഷേ നടന്നില്ല കേട്ടോ. എൻ്റെ ഫോണിന് അത്രയും മെമ്മറി ഇല്ലാത്തത് കൊണ്ട് ആകെ പ്രശ്നമായി. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. സ്വല്പ നേരം കഴിയുമ്പോഴത്തേക്കും കറണ്ട് വന്നു. മോനോട്ട് അതിനിടയ്ക്ക് ഭയങ്കര ബഹളമായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കണം, ഞാൻ അവൻ്റെ കൂടെ കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വല്ലതും പറ്റുവായിട്ടാണ്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. ഞാനുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അമ്മ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലില്ലാത്ത ചിക്കൻ നോക്കി. കാരണം അത് വെച്ച് ഷവർമയോ അല്ലെങ്കിൽ പിസയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. നമ്മൾ പണ്ടൊക്കെ പിസയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ മെയിൻ ആയിട്ട് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ ഉള്ളൊരു സൂക്കേടാണ് ഈ ഇലയിൽ ആഹാരം കഴിക്കണമെന്ന്. ഇലയിൽ ഇങ്ങനെ, അതായത് പച്ച ഇലയിൽ നമ്മൾ ആ ഒരു ചൂട് ചിക്കൻ കറി വീട്ടുമ്പോൾ ഉള്ളൊരു വാടിയ മണമുണ്ട്. എൻ്റെ അമ്മേ, എന്താ ഒരു മണം. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും കാണൂലായിരിക്കും. അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കഴിച്ചു. കാരണം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അപ്പോയിൻമെൻ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകാൻ വേണ്ടി ഇരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 മണിക്കൊരു വർക്കുണ്ട്, ബൊട്ടോക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് 4 മണിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ശരി, എനിക്ക് കുഴപ്പമില്ല. അപ്പം 4 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നത് എനിക്ക് 9 മണി 9:30 മണിക്കായിരിക്കും. ഏതാണ്ട് 10 മണി അടുപ്പിച്ചാവും. നമ്മൾ ആ സലൂണൊക്കെ വൃത്തിയാക്കിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും 10 മണി അടുപ്പിച്ചാവും. അതുകൊണ്ട് ഞാൻ ആ അപ്പോയിൻമെന്റ് എടുത്തു. അപ്പോൾ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഉച്ചയ്ക്ക് തൊട്ട് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണം ഞാൻ പിന്നെ ഉച്ച തൊട്ടുള്ള ഷിഫ്റ്റ് കയറിയത് കേട്ടോ. ഇവിടെ അത്രയും പുകമയമാണ്. നമ്മൾ ഈ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അത് ഈ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വർക്കുകൾ, ഞാൻ ഇപ്പോൾ എന്തുമാത്രം വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ബ്രീത്തിങ്ങിൻ്റെ ആണ് മെയിനായിട്ടും പ്രോബ്ലം ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു 9:30 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വർക്ക് കഴിഞ്ഞു. അവർ ഷോർട്ട് ഹെയർ ആയിരുന്നു കേട്ടോ. വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തതായിരുന്നു. മുമ്പ് അവർ ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം റൂട്ട് വളർന്നപ്പോഴത്തേക്കും ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് തലേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ്, ഇതിൽ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോനോട്ടന് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗും ചെരുപ്പുമാണ് വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ കൂടെ ഞാൻ ചേർക്കുകയാണ്. മോനോട്ടന് സ്കൂളിൽ നിന്ന് പറഞ്ഞത് ബ്ലാക്ക് കളർ ഷൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോക്സ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലാക്ക് കളർ ഷൂവിന് അവന്റെ ചെരുപ്പ് ഞാൻ അളവായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്ത്. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇത്തിരി ഒരു പൊടിക്ക് ഞാൻ വലുത് നോക്കി എടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അവന് എനിക്ക് തോന്നുന്നു ഞാൻ കൊണ്ടുപോയ സൈസ് മതി എന്ന് വിചാരിച്ചു. അതായിരിക്കും, മറ്റേതാകുമ്പോൾ ഭയങ്കര വലുതാവും കേട്ടോ. അങ്ങനെ ഷൂ എടുത്തു, പെട്ടെന്ന് തന്നെ ഷൂ ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ബാഗ് എടുത്തു. ബാഗ് യഥാർത്ഥത്തിൽ അവന് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വിഷമം, പിള്ളേരൊക്കെ ബാഗ് കൊണ്ട് വരുമ്പോൾ മോനിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കൂലേ എന്നുള്ളത് ഓർത്ത് ഞാൻ പിന്നെ ഒരു ബാഗ് എടുത്തതാണ്. കുറഞ്ഞ ഒരു ബാഗ് എടുത്തതാണ് കേട്ടോ. അവന് സാധാരണ ഡോറയും പവർ പെട്രോളോ അങ്ങനെ എന്തൊക്കെയോ കാർട്ടൂൺസ് ആണ് ഇഷ്ടം. ഡോറ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഡോറ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെൺകുട്ടിയല്ലല്ലോ, അവൻ ആ പ്രോഗ്രാം ഇഷ്ടമാണ്. പക്ഷെ ആ ബാഗ് കൊണ്ട് പോകുമ്പോൾ ആൾക്കാരെ കളിയാക്കിയാലോ, അല്ലെങ്കിൽ അത് പെൺകുട്ടികൾക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അത് എടുത്തില്ല. പവർ പെട്രോളിന്റെ ഒരു ബാഗാണ് എടുത്തത്. അത് അവന് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. സംഗതി കൊള്ളായിരുന്നു, കാണാനും നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ മോനോട്ടൊരു പെൻസിൽ ബോക്സ് വേണമായിരുന്നു. ഏട്ടൻ വന്നപ്പോഴത്തേക്കും, അതായത് ഇടയ്ക്ക് വെച്ച് വന്നപ്പോഴത്തേക്കും ഏട്ടൻ നല്ലൊരു പെൻസിൽ ബോക്സ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ അത് നല്ലൊരു ബോക്സ് ആയതുകൊണ്ട് നശിപ്പിക്കാൻ എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല കേട്ടോ. അതിനിടയ്ക്ക് കറണ്ടൊക്കെ പോയി കേട്ടോ, നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ ഒരു കുറഞ്ഞ പെൻസിൽ ബോക്സ്, ഒരു 35-40 അത്രയും റേറ്റ് ഉള്ളൂ, പെൻസിൽ ബോക്സും എടുത്തു. പിന്നെ അവന് കാപ്പി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പാത്രം വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി എൻ്റെ ബഡ്ജറ്റ് 1000 ആയിരുന്നു. 1000-നകത്ത് നിൽക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ബില്ല് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ലഞ്ച് ബോക്സിന്റെ കവറും കൂടെ എടുത്തു. അത് കഴിഞ്ഞാണ് അമ്മയാണ് വാങ്ങിച്ചത്, അതില്ലാണ്ടായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് മോനിട്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തുള്ളിച്ചാടും ബഹളം ഉണ്ടാക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള വലിയ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. കാരണം കളിപ്പാട്ടങ്ങളല്ലല്ലോ, കളിപ്പാട്ടങ്ങൾ മാത്രമാണ് കാണുമ്പോഴത്തേക്കും കിടന്ന് ഭയങ്കര സന്തോഷമാവണത് കാണുമ്പം. പക്ഷെ ഈ വക സാധനങ്ങൾ, പഠിക്കാനുള്ള സാധനങ്ങൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അവൻ അത്രയ്ക്ക് അങ്ങനെ സന്തോഷമൊന്നും മുഖത്ത് വരുന്നത് ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി. കാരണം ഇത്രയും രൂപ ചിലവാക്കിയിട്ട് അവൻ്റെ മുഖത്ത് വേറെ ഒരു സന്തോഷം വന്നില്ലല്ലോ എന്ന് ഓർത്ത്. ബാഗ് കണ്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് അത്ര ഇല്ലായിരുന്നു. ഷൂ ഇഷ്ടമാണ്, ഷൂ ഭയങ്കര ഇഷ്ടമാണ് മോനൂട്ടന്. ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നൊക്കെ പറഞ്ഞാൽ എവിടെ പോകാനും അവന് ഷൂ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വാങ്ങിക്കുന്നതെല്ലാം ഷൂ വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മോനൂട്ടിന് യഥാർത്ഥത്തിൽ 1-2 ഷൂയേ ഉള്ളൂ. അതിൽ ഒരു ഷൂ സത്യം പറയാൻ നല്ല രീതിയിൽ പഞ്ചറായി. പക്ഷെ എന്നാലും അതിട്ടുകൊണ്ടായിരിക്കും പുറത്തോട്ട് പോകുന്നത്. സത്യം പറയാൻ എനിക്കത് വിഷമമാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ചെരുപ്പ് എന്തായാലും വാങ്ങണം. ഈ ഒരു ബ്ലാക്ക് കളർ അല്ലാതെ പിന്നീട് കുറച്ചാളോടെ കഴിഞ്ഞിട്ട് നല്ലൊരു ചെരുപ്പ് എന്തായാലും വാങ്ങണം. പിന്നെ ഇതിന്റെ ബില്ല് അറിയണ്ടേ, ഇത്രയും കൂടെ വാങ്ങിച്ചപ്പോൾ 1200 ഞാൻ 1000 രൂപയാണ് മാറ്റി വെച്ചിരുന്ന പൈസ കേട്ടോ.
കുഴപ്പമില്ല, മോനോട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമമാവത്തില്ല. ഇല്ലാതാക്കുമ്പോഴാണ് അതൊരു സങ്കടമാവുന്നത്. പിന്നെ ഇത് ഏട്ടൻ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും നമ്മളത് കൊടുത്തില്ല, അമ്മ ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഈ വർഷം ഇനിയിപ്പോൾ കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണ 4 വാട്ടർ ബോട്ടിൽ കണ്ടാ വാങ്ങിച്ച് അല്ലാതായ കാരണത്താൽ അതൊക്കെ ഇല്ലാതായി പോവുകയും ചെയ്യും. ഇത് മോനുടെ ഒരു പഴയ ബാഗ്. ഇതിപ്പോൾ മാറ്റിയും തിരിഞ്ഞും കൊടുത്തയക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചേട്ടാ.